അപ്പോൾ മാത്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ മൊഡ്യൂൾ 3 എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നാട്ടെ. ജസ്റ്റ് ഒന്ന് നമുക്ക് റീകോൾ ചെയ്യാമല്ലോ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. ആരാ പറഞ്ഞിരുന്നേ? ആരും പറഞ്ഞിരുന്നില്ല. അപ്പം ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം ഇന്നലെ വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായതെന്ന്. ഇന്നലെ കുറച്ച് കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് പോകാം ഒന്നുകൂടി. എന്തൊക്കെയാണ് നമ്മളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയോ അതിൻ്റെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, പിന്നെയോ ഡെറിവേറ്റീവ്സ്. ഇത്രയും നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിന്. അതെന്ത് വേണം, ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യാം. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അറിയുന്നതല്ലേ? ഒരു ഡൊമൈൻ ഉണ്ടാവും, ഒരു റേഞ്ച് ഉണ്ടാവും. ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് പ്ലെയിനുകളായിരിക്കും, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഡബ്ല്യു പ്ലെയിനുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് നമുക്കറിയാം. ലിമിറ്റ് എന്താ? ആ സെഡുകൾ Z0ലേക്ക് മൂവ് ചെയ്യുമ്പം നമ്മളെ ഡബ്ല്യു പ്ലെയിനിലെ FOZകൾ എല്ലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുമെങ്കിൽ ആ എല്ലാണ് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെഡ് പ്ലെയിനിലെ Z0ൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പം ഡബ്ല്യു പ്ലെയിനിൽ FOZകൾ Z0ൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അതേ പോയിന്റിൽ നമുക്കൊരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിലും പെടുത്തുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു Z0 FO ഡെൽറ്റ സെഡ് Z പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് FOZ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. അത് വെച്ചിട്ട് നമ്മൾ 2 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയോ അതിനുശേഷം അനലിറ്റിക് ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു. അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഒരു ഡൊമൈനെ സംബന്ധിച്ച് അനലിറ്റിക് ഫംഗ്ഷൻ പറയുന്ന കേസിൽ ആ ഡൊമൈനിൽ ത്രൂ ഔട്ട് അത് ഡിഫൈനും ഡിഫറൻഷ്യബിളും ആയിരിക്കണം. പിന്നെയോ അറ്റ് പോയിന്റ് Z0ൻ്റെ കേസിൽ അനലിറ്റിക് പറയുമ്പം ആ Z0 സെൻറ്റർ ആക്കിയിട്ട് നമ്മളൊരു നൈബർഹുഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ നൈബർഹുഡിൻ്റെ അകത്ത് ത്രൂ ഔട്ട് എന്തായിരിക്കണം? ആ ഒരു ഫംഗ്ഷൻ ഡിഫൈനും ഡിഫറൻഷ്യബിളും ആയിരിക്കണം. അതേസമയം നമ്മളൊരു ഡിഫറൻഷ്യൽ അതായത് ഡെറിവേറ്റീവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു നൈബർഹുഡിൻ്റെ ആവശ്യമില്ല. അറ്റ് പോയിന്റിൽ തന്നെ നമുക്ക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യൂലയോ എന്ന് നമ്മളെ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ഒരു CR ഇക്വേഷൻ. CR ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ഫംഗ്ഷൻ FOZ is equal to U plus IV തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയ UXും UYയും VXും VYകളും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് UX is equal to VY ആൻഡ് UY equal to മൈനസ് VX ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ CR ഇക്വേഷൻ എന്ന് പറയും. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലിറ്റിക് ഫംഗ്ഷൻ ആണോ അത് മസ്റ്റായിട്ട് CR ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. അതേസമയം ഒരു ഫംഗ്ഷൻ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് മാത്രം അനലിറ്റിക് ആവില്ല. എന്തുകൂടി സാറ്റിസ്ഫൈ ചെയ്യണം? അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് കൂടി ആവണം. എന്നാൽ മാത്രമേ നമ്മൾ CR ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവുള്ളൂ. അപ്പം ആ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എന്തായാലും ഓർമ്മിച്ച് വെക്കുക. അത് മാറിപ്പോകാൻ പാടില്ല. അത് മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് എന്താവും? ഇത്ര നേരം പഠിച്ചതൊന്നും ഒരാവശ്യമില്ലാണ്ടായി പോകും. അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ചത് ഹാർമോണിക് ഫംഗ്ഷൻ. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ F is equal to U plus IV എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ, അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് ഹോൾഡ് ചെയ്യും? ഹാർമോണിക് ആയിരിക്കും. അതെങ്ങനെയാ? ലാപ്ലേസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? UXX പ്ലസ് UYY ഈക്വൽ ടു 0യും VXX പ്ലസ് VYY ഈക്വൽ ടു 0യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താ അറിയുക ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ളത്. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്താ ഹാർമോണിക് കോൺജുഗേറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിന്. ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് പകുതിക്ക് എത്തുമ്പോൾ സ്റ്റെക്കായി പോയിട്ടുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന്. നമ്മൾ ജസ്റ്റ് റീകോൾ ചെയ്തേ ഉള്ളൂ. ഇത്ര നാൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തേ ഉള്ളൂ. ക്ലിയർ അല്ലേ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ.
അപ്പോൾ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. എന്താ? ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തോടെ തന്നെ ആ കൺഫ്യൂഷൻസ് കംപ്ലീറ്റ് എന്തായിരിക്കണം, മാറ്റിയിട്ടുണ്ടാവണം. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇതാ ഈ ഒരു യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? യു എക്സും യു വൈയും കണ്ടുവെക്കും. തന്ന ആ യു വെച്ചിട്ട് യു എക്സ് കണ്ടുവെക്കുമ്പോൾ എന്താ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. അതുപോലെ തന്നെ യു വൈ കണ്ടുവെച്ച് കഴിഞ്ഞാൽ യു വൈ ഈക്വൽ ടു മൈനസ് 2y കിട്ടും. അപ്പോൾ യു എക്സും യു വൈയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി എന്തും കൂടി അറിയാം. ഇതൊരു ഹാർമോണിക് ആയതുകൊണ്ടാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്കറിയാം. ഹാർമോണിക് ആവണമെങ്കിൽ എന്തായിരിക്കും അത്? അതൊരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ആയിരിക്കും. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ CR ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കും, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ യു എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. 2x നമുക്ക് നമ്മൾ ആ യുവിനെ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം യു എക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ? നമ്മൾ ആ യു എക്സ് എന്ന് പറഞ്ഞത് വി വൈക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് CR ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വി വൈ ഈക്വൽ ടു 2x എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇക്വേഷൻ അങ്ങ് മാറ്റി എഴുതി കൊടുത്തു. അപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡ് നോക്കിയാട്ടെ, ഇവിടെ വി വൈ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വൈയെ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ത്രൂ ഔട്ട് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വി കിട്ടും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 2xy പ്ലസ് പിന്നെയോ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ആ കോൺസ്റ്റന്റ് ആയിട്ട് ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടും. അതാണ് നമ്മളെ ഫൈ ഓഫ് എക്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വി കിട്ടി. വി ഇസ് ഈക്വൽ ടു 2xy പ്ലസ് ഫൈ ഓഫ് എക്സ്. ഇനി ആ ഫൈ ഓഫ് എക്സിന്റെ കൂടി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മളെ യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആയ വി നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നേ? ഫൈ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയാട്ടെ എന്താണ് നിങ്ങൾക്ക് കിട്ടുക? ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വി എക്സ് ആവും, റൈറ്റ് സൈഡ് ഇവിടെയാണ് എക്സിന്റെ ടേം ഉള്ളത്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് മാത്രം കിട്ടും? 2y ആയിട്ട് കിട്ടും. പിന്നെയോ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അത് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഡാഷ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ നമുക്കിപ്പം വി എക്സ് എന്ന് പറഞ്ഞിട്ട് 2y പ്ലസ് ഫൈ ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ CR ഇക്വേഷൻ പ്രകാരം നമ്മളെ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് യു വൈനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളെ യു വൈ എന്ന് പറയുന്നത് മൈനസ് 2y ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മൈനസ് യു വൈ എന്തായിരിക്കും? ജസ്റ്റ് 2y മാത്രമായിരിക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അങ്ങനെ യു വൈ എന്ന് പറഞ്ഞത് എന്തിനോട് ഈക്വൽ ആണ്? മൈനസ് വി എക്സിനോട് ഈക്വൽ ആണ്. അപ്പം നോക്കിയാട്ടെ നിങ്ങൾ ആ രണ്ട് ഇക്വേഷനും, അതായത് ഈ ഇക്വേഷനും നമ്മളെ യു വൈ എന്ന് പറയുന്നത് മൈനസ് വി എക്സ് ആയതുകൊണ്ട് 2y എന്ന് പറഞ്ഞ ഈ ഇക്വേഷനായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആണെന്നത് കിട്ടും അല്ലേ? അപ്പോൾ ഫൈ ഡാഷ് ഓഫ് എക്സ് 0 ആയതുകൊണ്ട് ഫൈ ഓഫ് എക്സ് എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അതിന് ഞാൻ ജസ്റ്റ് സി കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് സി കിട്ടിയതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ആ വി എന്ന് പറഞ്ഞ ഇക്വേഷനകത്തേക്ക് നമ്മൾ ആ ഫൈ ഓഫ് എക്സിന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വി എന്ന് പറയുന്നത് 2xy പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടും. അതാണ് നമ്മളെ എന്ത്? യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത് ഞാൻ മുന്നേത്തെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ ഈ പറഞ്ഞ കാര്യം? എങ്ങനെയാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. മുന്നത്തെ ക്ലാസ്സിൽ എടുത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് പോകുന്നതെന്നും മാത്രമാണ്. നിങ്ങൾക്ക് അഥവാ ഇന്നലത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒന്നും കൂടി പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക? ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺഫോർമൽ മാപ്പിംഗ്. അപ്പോൾ കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കൂടി പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷനാണ് ശരിക്കും. ഫംഗ്ഷനാ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നതെന്ന് മാത്രം, അതാണ് മാപ്പ്. അപ്പം കൺഫോർമൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ്, ആ ഫംഗ്ഷൻ സെഡ് പ്ലെയിനിന് ഡബ്ല്യു പ്ലെയിനിൻ്റെ അകത്തേക്ക്, അതായത് സെഡ് പ്ലെയിനിന്
ഡബ്ല്യു പ്ലെയിൻ്റെ അകത്തേക്ക് മാപ്പ് ചെയ്യുമ്പം എന്തൊക്കെ പ്രിസർവ് ചെയ്യും? ആംഗിൾ പ്രിസർവ് ചെയ്യും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്രിസർവ് ചെയ്യും, പിന്നെയോ ഡയറക്ഷൻ പ്രിസർവ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുന്നു അല്ലേ? എങ്ങനെയാ സംരക്ഷിക്കുന്നത്? നമുക്ക് സെഡ് പ്ലെയിനിൽ എന്ത് ഫിഗർ ആണോ അത് തന്നെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കും നമുക്ക് എന്തിൽ കിട്ടുക? ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുക. എവിടെയും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എന്താ പറയുക ചേഞ്ച് പോലും ഇല്ലാണ്ട് നമുക്ക് അതേ സാധനം തന്നെ നമുക്ക് എന്ത് കിട്ടും? സെഡ് പ്ലെയിനിലെ അതേ ഫിഗർ തന്നെ ഡബ്ല്യു പ്ലെയിനിലേക്ക് കിട്ടും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആ ഫംഗ്ഷനെ കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായത്? ഈ കൺഫോമൽ ആവുന്ന പോയിന്റുകളും അല്ലാത്ത പോയിന്റുകളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് നോക്കുക ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെഡുകളുടെ കളക്ഷനാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റുകൾ. അപ്പം സെഡ് എന്ന് പറഞ്ഞ ഇതാ നോക്കിയാട്ടെ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന ആ സെഡുകളാണ് നമ്മുടെ എന്ത്? അവിടെ ആ ഒരു സെഡുകളിലൊന്നും നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺഫോമൽ ആവൂല. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 അല്ലാത്ത ടേംസുകളിൽ, അതായത് അല്ലാത്ത സെഡുകളിലാണ് നമ്മൾ സെഡുകൾ കൺഫോമൽ ആകുന്നത്. മാറിപ്പോവാൻ പാടില്ല. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ പോയിന്റുകളിലെല്ലാം ഫംഗ്ഷൻ കൺഫോമൽ ആയിരിക്കും. ഈക്വൽ ടു 0 ആകുന്ന പോയിന്റുകളിൽ ഫംഗ്ഷൻ കൺഫോമൽ ആയിരിക്കൂല. ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ഏതാ? ഒരു കോസ് സെഡ് ഇസ് ഈക്വൽ ടു എന്നിട്ട് ഞാൻ എഫ് ഓഫ് സെഡ് ആക്കിയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ കോസ് സെഡിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ സെഡ്. അപ്പം മൈനസ് സൈൻ സെഡുകൾ എവിടെയെല്ലാമാണോ 0 ആവുന്നത് അവിടെയൊന്നും ഫംഗ്ഷൻ കൺഫോമൽ ആയിരിക്കൂല. അപ്പം ഈ മൈനസ് സൈൻ സെഡുകൾ എവിടെയാ 0 ആവുന്നത്? മൈനസ് സൈൻ സെഡ് ഇസ് ഈക്വൽ ടു 0, അതായത് സൈൻ സെഡുകൾ 0 ആവുന്ന പോയിന്റുകൾ ഏതാ? സൈൻ സെഡുകൾ സെഡ് ഇസ് ഈക്വൽ ടു എൻ പൈകളിലാണ് 0 ആവുന്നത്. അതായത് നമ്മളെ ഇൻറ്റീജറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പൈ എന്ന് പറയുന്നത് എന്താ? 3.14. അപ്പോൾ അതിന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 180 നമ്മൾ അങ്ങനെയെല്ലാം പറയൂലേ? സൈൻ 0 സൈൻ 90 സൈൻ 0 സൈൻ പൈയില്, പിന്നെയോ സൈൻ 2π സൈൻ 3π എക്സെട്ര സൈൻ ഇൻഫിനിറ്റി വരെയുള്ള ആ ടേംസുകളിലെല്ലാം ഇൻഫിനിറ്റി ഇൻറ്റു പൈ ആ ടേംസുകളിലെല്ലാം എന്താണ്? സൈനുകൾ 0 ആണ്. അപ്പം n ഇസ് ഈക്വൽ ടു സെഡ് ഇസ് ഈക്വൽ ടു എൻ പൈ എൻ ബിലോങ്സ് ടു സെഡുകളിൽ നമ്മളെ ഫംഗ്ഷൻ എന്തല്ല? കൺഫോമൽ അല്ല. ബാക്കി എല്ലാ പോയിന്റുകളിലും കൺഫോമൽ ആയിരിക്കും. കാരണം ബാക്കി ഒരു പോയിന്റുകളിലും എന്താ? നമ്മളെ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയി പോകുന്നില്ല. ഈ ടേംസുകളിൽ മാത്രമാണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആവുന്നത്. അതുകൊണ്ട് തന്നെ കോസെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺഫോമൽ അല്ലാത്തത് സെഡുകൾ എൻ പൈകളാവുമ്പോഴാണ്. അതേപോലെ തന്നെ നോക്കിയട്ടെ, കോസ് സെഡ് പൈ ഈക്വൽ ടു എന്ന് മറ്റു ഞാനൊരു ഫംഗ്ഷൻ എടുത്ത്, അതായത് കോസ് പൈ സെഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? മൈനസ് സൈൻ പൈ സെഡ്. അപ്പം മൈനസ് സൈൻ പൈ സെഡുകൾ എവിടെയൊക്കെയാ 0 ആവുന്നത്? ഈ പൈ സെഡുകൾ എൻ പൈകളാവുമ്പോൾ. പൈ സെഡുകൾ എൻ പൈകളാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ രണ്ട് ഭാഗത്തും എന്തുണ്ട്? പൈന്റെ ടേംസ് ഉണ്ട്. അത് രണ്ടും ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് സെഡ് ഇസ് ഈക്വൽ ടു എൻ വരും. അതായത് ഓരോരോ ഇൻറ്റിജർ പോയിന്റുകളിലും നമ്മളെ ഫംഗ്ഷൻ എന്തല്ല? കൺഫോമൽ അല്ല. ഒന്നാമത്തത് നമുക്ക് കിട്ടി. ഒന്നാമത്തത് ജസ്റ്റ് കോസ് സെഡ് മാത്രമാണ്. ഇവിടെ കോസ് സെഡിന്റെ കൂടെ ഒരു പൈ കൂടി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയാ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. നോക്കിയാട്ടെ, സെഡ് ഇസ് ഈക്വൽ ടു എൻ പൈകളിലാണ് ഇവിടുത്തെ ഫംഗ്ഷൻ കൺഫോമൽ അല്ലാത്തത്. പക്ഷെ അതേസമയം ഇവിടെ നോക്കിയാൽ സെഡ് ഇസ് ഈക്വൽ ടു എന്നികളിലാണ് നമ്മുടെ ഫംഗ്ഷൻസ് കൺഫോമൽ അല്ലാത്തത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇത്രയും നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തതെന്ന് മാത്രം. ക്ലിയർ അല്ലേ എല്ലാവർക്കും ഈ ഒരു മോഡ്യൂളിൽ ഇത്രയും പോർഷൻസ്? ഒന്ന് എല്ലാവരും കമന്റ് ചെയ്താട്ടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന്റെ അകത്തേക്ക് കിടക്കാം. ഇന്നലെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി നമുക്ക് പറയാം. എന്താ? നമ്മളിപ്പോൾ കൺഫോമൽ മാപ്പിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോരോ ഫംഗ്ഷൻ നമ്മൾ സെഡ് പ്ലെയിനിനെ ഡബ്ല്യു പ്ലെയിനിൻ്റെ അകത്തേക്ക് മാപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടികളാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നമ്മൾ അതിന്റെ പോളാർ ഫോമും അതിന്റെ കാർട്ടീഷ്യൻ ഫോമും യൂസ് ചെയ്തിട്ട് പറയുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നോക്കിയട്ടെ, നമ്മുടെ ഒന്നാമത്തെ മാപ്പിംഗ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പം ഏതൊരു ഫംഗ്ഷനും എന്തുണ്ടാവും? ഒരു സെഡ് പ്ലെയിൻ ഡൊമൈൻ ആയിട്ടുണ്ടാവും,
അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഡബ്ല്യു പ്ലെയിൻ ആയിട്ടുണ്ടാവും. അതായത് ഒരു ഡൊമെയിനും ഉണ്ടാകും, ഒരു റേഞ്ചും ഉണ്ടാകും. ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് പ്ലെയിനും പിന്നെയോ റേഞ്ച് എന്ന് പറയുന്നത് ഡബ്ല്യു പ്ലെയിൻ ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പോളാർ ഫോമാണ് ആർ ഇ റേസ് ടു ഐ തീറ്റ. അവിടുത്തെ ആർ എന്ന് പറയുന്നത് √x² + y² ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y ആയിരിക്കും. എന്നുള്ളത് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അതായത് സെഡ് പ്ലെയിൻ എന്ന് പറയുന്നതും കോംപ്ലക്സ് നമ്പറിന്റെ കളക്ഷൻ തന്നെയാണ്. അതിന്റെ ഇമേജ് ആയിട്ടുള്ള എഫ് ഓഫ് സെഡുകൾ, അതായത് ഒമേഗയും എന്ത് തന്നെയാണ്, കോംപ്ലക്സ് നമ്പറിന്റെ കളക്ഷൻ തന്നെയാണ്. നമ്മൾ അതിന്റെ ആ ഇമേജിനെ ജസ്റ്റ് ഡബ്ല്യു പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നോട്ടേറ്റ് ചെയ്യുന്നത് മാത്രം. അപ്പം സെഡിന് ഒരു പോളാർ ഫോം ഉണ്ടെങ്കിൽ എന്തായാലും ഒമേഗക്കും എന്തുണ്ടാവും, ഒരു പോളാർ ഫോം ഉണ്ടാവും. അതിനെ നമ്മൾ ക്യാപിറ്റൽ ആർ ഇ റേസ് ടു ഐ ഫൈ എന്ന് വെച്ചിട്ട് നോട്ടേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താ നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന, നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു പ്ലെയിനിന്റെ ഇടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്നാണ് നോക്കുന്നത്. നോക്കിയാട്ടെ, ഇവിടെ എനിക്കൊരു സെഡ് ഉണ്ട്, അതായത് സെഡ് പ്ലെയിനുകൾ ഉണ്ട്, ഇവിടെ ഒരു ഡബ്ല്യു പ്ലെയിനുകൾ ഉണ്ട്. ഞാൻ എൻ്റെ ഫംഗ്ഷൻ അതായത് z² എന്ന് പറയുന്ന ഫംഗ്ഷൻ സെഡ് പ്ലെയിനിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തപ്പം എനിക്ക് ഡബ്ല്യു പ്ലെയിനിൽ കുറേ എന്ത് കിട്ടി, ഇമേജസുകൾ കിട്ടി. ആ ഇമേജസിന്റെ പ്രോപ്പർട്ടീസുകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. നോക്കിയാട്ടെ, ആദ്യം ഞാൻ എന്തെടുത്തു, z എന്ന് പറയുന്നത് ആർ ഇ റേസ് ടു ഐ തീറ്റ ആണ് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് എഴുതി. ഇനിയോ എൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, z² ആണ്. അപ്പൊ z എന്ന് പറയുന്നത് ആർ ഇ റേസ് ടു ഐ തീറ്റ ആയതുകൊണ്ട് z² എനിക്ക് എന്ത് മാറ്റി എഴുതാം, ആർ ഇ റേസ് ടു ഐ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ കുഞ്ഞി ക്ലാസ്സിലെല്ലാം പഠിച്ചതായിരിക്കും ഡി മോർഗൻസ് ഫോർമുല എന്ന് വെച്ചൊരു ഫോർമുല ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ ഇ റേസ് ടു ഐ തീറ്റ ഹോൾ സ്ക്വയറിന് നമുക്ക് r² ഇ റേസ് ടു ഐ ടു തീറ്റ എന്ന് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെഴുതി. അപ്പം എനിക്ക് എന്ത് കിട്ടി, r² ഇ റേസ് ടു ഐ ടു തീറ്റ എന്ന് കിട്ടി. അത് ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുന്ന എൻ്റെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇമേജിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും. r² ഇ റേസ് ടു ഐ ടു തീറ്റ ഫോമുകളിലായിരിക്കും എനിക്ക് എന്ത് കിട്ടുക, ഡബ്ല്യു പ്ലെയിനുകളിൽ ഈ ഒരു z² ആക്ട് ചെയ്യുമ്പം കിട്ടുന്ന ഇമേജസിന്റെ ഫോമുകളാണ് r² ഇ റേസ് ടു ഐ ടു തീറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദിസ് ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ ഫൈവിനെ എഴുതിയിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഇനി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാട്ടെ, ഇവിടെ സ്മോൾ ലെറ്റർ r² ഇ റേസ് ടു ഐ ടു തീറ്റ എന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ക്യാപിറ്റൽ ആർ ഇ റേസ് ടു ഐ ഫൈവ് എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നമ്മൾ അതിന്റെ മോഡുലസും ആംഗിളും എന്താ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് r² ആയിട്ടും കിട്ടും, പിന്നെയോ ഫൈ എന്ന് പറയുന്നത് 2 തീറ്റ ആയിട്ടും കിട്ടും. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾ. ഇത്രയും ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ വരെ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിലേ ക്ലിയർ ആയി എന്ന് പറയാവേ. ആകെ 3 കുട്ടിക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ, ബാക്കി ആർക്കും ക്ലിയർ ആയിട്ടില്ല? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യടോ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നേ. ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അറ്റൻഡൻസ് തരൂലേ, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇനി അതെന്താ മിസ് അറ്റൻഡൻസ് തരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ഉത്തരവില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായിട്ടില്ലോ എന്ന് മാത്രമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതിന് കൂടി നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റൻഡൻസിന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ലിയർ ആയി എന്ന് പറയാവൂ. ഒന്നും കൂടി പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തന്നെ ഞാൻ പറഞ്ഞുതരും. അപ്പം എല്ലാവരും ക്ലിയർ ആയി എന്നാണ് പറയുന്നത്. നോക്കിയട്ടെ, അപ്പോൾ എനിക്ക് സെഡ് പ്ലെയിനുകളിൽ z² വെച്ചിട്ട് എന്താ മാപ്പ് ചെയ്ത സമയത്ത് കിട്ടിയ പ്രോപ്പർട്ടീസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫിഗർ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാട്ടെ, ഇൻ സെഡ് പ്ലെയിൻ നമ്മളെ മോഡുലസ് എന്താ r ആണ്, അവിടുത്തെ ആംഗിൾ എന്താ തീറ്റയാണ്. കാരണം സെഡിനെ ആർ ഇ റേസ് ടു ഐ തീറ്റ ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായത്. ഇനി അങ്ങനെയുള്ള ആ ഒരു സെറ്റിനെ നമ്മൾ z² കൊണ്ട് മാപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ഡബ്ല്യു പ്ലെയിനിൽ കിട്ടിയത് എന്താ, അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്തായി മാറി, r² ആയി മാറി. അതുപോലെ തന്നെ ആംഗിൾ എന്ന് പറയുന്നത് 2 തീറ്റയായി മാറി.
എന്താ സംഭവിച്ചത്? മോഡുലസ് ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് അങ്ങ് മാറി, അതുപോലെ തന്നെ ആംഗിൾ ഒന്ന് ഡബിളും ചെയ്ത്. അതായത് എന്താ ഇവിടെ ആംഗിളും മോഡുലസും പ്രിസർവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ ആംഗിളും മോഡുലസും പ്രിസർവ് ചെയ്യുന്നുണ്ടോ? കമന്റ് ചെയ്തിട്ട് നിങ്ങൾ. നമ്മളെ സെറ്റ് പ്ലെയിനിലെ ആറിന് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് മാപ്പ് ചെയ്യുമ്പം ആർ സ്ക്വയർ ആയിട്ട് മാറി. അതുപോലെ തന്നെ തീറ്റകൾ എന്തായിട്ട് മാറി? 2θ ഫോമിലേക്കും പോയി. അപ്പൊ ഇവിടെ എന്താ, നമ്മളെ ആംഗിളും മോഡുലസും ഒന്നും പ്രിസർവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ, നമ്മൾ ഈ FOZ എന്ന് പറയുന്ന സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് കൺഫോമൽ അല്ലാന്ന് കിട്ടി. അപ്പം കൺഫോമലിന്റെ ഐഡിയ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ആംഗിൾ പ്രിസർവ് ചെയ്യുന്നത്, അല്ലെ മാഗ്നിറ്റ്യൂഡ് പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു മീനിങ് നിങ്ങൾക്ക് ഇപ്പം ഈ FOZ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സെറ്റ് സ്ക്വയർ നമ്മളെ ഫിഗറിനെ മാപ്പ് ചെയ്യുന്നതിന്റെ കാര്യം നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിഗർ വെച്ചിട്ട് നോക്കാം. നോക്കിയാട്ടെ നിങ്ങൾ. ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ വായിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണിത്. ഫൈൻഡ് ദ ഫോളോയിങ് ഇമേജസ് അണ്ടർ സെറ്റ് സ്ക്വയർ. നമ്മളോട് ചോദിക്കുന്നത്, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ സെറ്റ് സ്ക്വയറിന്റെ എന്താ പറയുക, സെറ്റ് സ്ക്വയറിൽ മാപ്പ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പം ഒന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് നോക്കിയാട്ടെ, ഇതൊരു ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഫിഗർ ആണ്. അതായത് നമ്മൾ റിയൽ പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ, റിയൽ പ്ലെയിൻ അല്ലേ ഇത്, എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പം ആദ്യത്തെ പോസിറ്റീവ് റിയൽ ആക്സിസും പോസിറ്റീവ് എക്സ് ആക്സിസും യോജിക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മളെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ആ ഒരു ഇത് ഏത് ഭാഗത്തേക്കാണ് നമ്മളെ ഈ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. സെഡ് പ്ലെയിനിന്റെ അകത്തെ ഫസ്റ്റ് ക്വാഡ്രന്റിന് W പ്ലെയിനിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിയാട്ടെ, ഇവിടെ ഞാൻ എന്തെല്ലാം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്? ഈ റിയൽ ആക്സിസ്, അതായത് ഇവിടെ എന്താ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വൈ ആക്സിസിന്റെ അകത്ത് തീറ്റ എന്ന് പറയുന്നത് π/2 എന്ന് പറഞ്ഞാൽ എന്താ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നെഗറ്റീവ് റിയൽ ആക്സിസിന്റെ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താ, തീറ്റ ഇസ് ഈക്വൽ ടു π, അല്ലെങ്കിൽ എന്താ 180 ഡിഗ്രി. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണേ. പിന്നെയോ ഇതാ ഈ ഒരു നെഗറ്റീവ് വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്താ, തീറ്റ ഇസ് ഈക്വൽ ടു 2π/3 അല്ലെങ്കിൽ 270. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ അതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് വരുമ്പോൾ എന്താ ആവുന്നത് നോക്കിയാട്ടെ, ഈ ഒരു ആംഗിൾ, അതായത് ഈ പോസിറ്റീവ് റിയൽ ആക്സിസ് തൊട്ട് ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ മൂവ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഈ ഒരു പോർഷനിൽ എത്തുന്നതാണ് എന്തിന്റെ, ഈ വലിയൊരു വൈൽഡ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, 360 തന്നെയായിരിക്കും. അത് എന്ന് പറയുന്നത് എന്തിനോട് കൂടി ഈക്വൽ ആയിരിക്കും, നമ്മൾ 0 എന്ന് പറയുന്നതിനോട് കൂടി ഈക്വൽ ആയിരിക്കും അല്ലേ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണത്. അപ്പം ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ പോർഷൻ, അതായത് താഴത്തെ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആംഗിളിനും തീറ്റ ഈക്വൽ ടു π/2 എന്ന് പറയുന്ന ആംഗിളിനും നടുക്കാണ് നമ്മൾ എന്തുള്ളത്, നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താ ഉള്ളത്. അപ്പം ആ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ആംഗിളിന് ആദ്യം എന്ത് മാറ്റാൻ സംഭവിക്കുന്നത് നോക്കാം. ആംഗിളിന് എന്താ മാറ്റം സംഭവിക്കുക, ആദ്യം തീറ്റ എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡുലസ് എന്ന് പറയുന്നത് എന്താവും, സ്ക്വയർ ആയി മാറും, ആംഗിൾ എന്ന് പറയുന്നത് ഡബിൾ ആയിട്ടും മാറും. അപ്പം ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആദ്യത്തെ ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ആയതുകൊണ്ട് അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് എന്താണ്, 2 × 0. അതെന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പൊ എനിക്ക് ഇവിടുത്തെ ഈ തീറ്റ എങ്ങോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നതായിട്ട് കിട്ടിയത്, ഈ ഒരു പോർഷന്റെ അകത്തേക്ക് തന്നെ. അതായത് റിയൽ ആക്സിസ് കംപ്ലീറ്റ് ആയിട്ട് റിയൽ ആക്സിസിന്റെ അകത്തേക്ക് തന്നെ മൂവ് ചെയ്ത് പോയി. ഇനി അടുത്തത് എന്താ, ഇവിടുത്തെ ഈ ഒരു പോർഷൻ, അതായത് പോസിറ്റീവ് വൈ ആക്സിസ്, അത് എവിടെയുള്ളത്, π/2 ഡിഗ്രീന്റെ അകത്താണ് ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി എനിക്ക് തീറ്റ ഈക്വൽ ടു π/2 എന്ന് പറയുന്ന ആ ഒരു ആംഗിള് എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത് നോക്കാം, തീറ്റ ഈക്വൽ ടു π/2. അപ്പൊ അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് എന്താ, 2 × π/2. അതെന്താണ്, π, അതായത് 180 ഡിഗ്രീന്റെ അകത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇതാ ഈ ഒരു പോർഷന്റെ അകത്തേക്കാണ് നമ്മളെ π/2 എന്ന് പറയുന്ന ആ ഒരു വൈ ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ് ഇങ്ങോട്ടേക്കാണ് ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഇത്രയും പോകുന്ന ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിന് നമ്മളെ സെഡ് സ്ക്വയർ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത്, അപ്പർ ഹാഫ് പ്ലെയിനിന്റെ അകത്തേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത്.
ക്ലിയർ ആയോ എല്ലാവർക്കും എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന്? ഈ ഫിഗർ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തട്ടെ ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ്. ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തത് കൊണ്ടാണ് ഇവിടെ മോഡുലസിനെ കുറിച്ച് പറയാത്തത്. കാരണം എന്താ, മോഡുലസ് ഡബിൾ ആകുമ്പോൾ എന്തായാലും വൈൽഡ് ആയിട്ട് അങ്ങ് പോവുക ചെയ്യാം. നമ്മളെ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ തന്നെ മോഡുലസ് എന്ന് പറയുന്നത് എത്രയോ വലിയ ഭാഗമല്ലേ. അപ്പൊ അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും ഫിഗർ ഔട്ട് ചെയ്ത് തരാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു എന്താ പറയാ, സർക്കിളിന്റെ ആദ്യത്തെ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഈ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അകത്ത് മാത്രം ലൈ ചെയ്യുന്ന ഒരു സർക്കിളിന്റെ കുഞ്ഞു പോർഷനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ എന്താ പറയാ ഹാഫിന്റെയും പകുതി ക്വാഡ്രന്റ്, ആ കുഞ്ഞു പോർഷൻസ് അവിടെ ഉള്ളതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്കാ അതിന്റെ മോഡുലസ് മാപ്പ് ചെയ്യാ? ആ r is equal to 2ന്റെ സ്ക്വയറിന്റെ അകത്തേക്കാണ് ഇപ്പുറത്തേക്ക് മാറുക. അപ്പൊ ഇവിടെ രണ്ട് റേഡിയസ് ഉള്ള സർക്കിളിന്റെ റേഡിയസ് 2 ആണെങ്കിൽ ഈ Z പ്ലെയിനിന്റെ അകത്തേക്ക് എത്തുമ്പം ആ ഒരു സർക്കിളിന്റെ റേഡിയസ് 4 ആയിട്ട് മാറും. ആംഗിൾ ഇതുപോലെ തന്നെ മാറും. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെയുള്ള ഈ ഒരു കുഞ്ഞു പോർഷന നമ്മളെ ഒരു ഹാഫ് സർക്കിൾ പോലെ 4 റേഡിയസിൽ ഒരു ഹാഫ് സർക്കിൾ ആയിട്ട് W പ്ലെയിനിൽ എത്തുമ്പോൾ മാറും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അതായത് 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ ഈ ഒരു കുഞ്ഞു പോർഷൻ Z സ്ക്വയർ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? W പ്ലെയിനിൽ 4 റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ ഹാഫ് പോർഷൻ ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് മോഡുലസ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം? സർക്കിൾ വെച്ച് പറഞ്ഞ കാര്യം കമന്റ് ചെയ്താട്ടെ. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ തന്നെ ഞാനിപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റ് പറഞ്ഞ പോലെ തന്നെ ഇതാ സെക്കൻഡ് ക്വാഡ്രന്റ് എങ്ങനെയാ നോക്കിയാട്ടെ നിങ്ങള്. ഞാനിപ്പോ ഇതാ സെക്കൻഡ് ക്വാഡ്രന്റിന്റെ ഒരു ഫിഗർ എടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൽ ആദ്യം നമ്മൾ എന്ത് നോക്കണം? തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു പോസിറ്റീവ് y ആക്സിസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 90 × 2, അതായത് 180 ഡിഗ്രീൻ്റെ അകത്തേക്കായിരിക്കും ആ പോസിറ്റീവ് ആയിട്ടുള്ള ആക്സിസ് ആദ്യം പോകുന്നുണ്ടാവുക. അതിനുശേഷം ഇവിടെ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ഉള്ളത്, 180 ഡിഗ്രീന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 360 ഡിഗ്രി. അപ്പം ഈ ഇത്രയും പോകുന്ന ഈ പോർഷൻസ് ഇത് മോളോളുണ്ട് കേട്ടോ. ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് ഈ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. റിയൽ പ്ലെയിന്റെ സെക്കൻഡ് ക്വാഡ്രന്റിന് എങ്ങോട്ടേക്ക് അന്നേരം മാപ്പ് ചെയ്യാൻ നമ്മളെ ഈ ഒരു Z സ്ക്വയർ എന്ന് പറയുന്നത് ലോവർ ഹാഫ് പ്ലെയിനിന്റെ അകത്തേക്ക്. ജസ്റ്റ് ഇങ്ങനത്തെ ക്വാഡ്രന്റുകളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ആംഗിൾ മാത്രം കണ്ടാൽ മതി. കാരണം മോഡുലസ് എന്ന് പറയുന്നത് വൈൽഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് എന്തായാലും നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമ്മളതൊന്ന് റെപ്രസെന്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ക്ലിയർ അല്ലേ എല്ലാവർക്കും ഈ ഒരു ഫിഗറും പറഞ്ഞത്? അല്ലേടോ ഒന്ന് കമന്റ് ചെയ്യപ്പാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 2 ഹോംവർക്ക് തരാം. എന്താ ഹോംവർക്ക് നോക്കിയട്ടെ? ഫൈൻഡ് ദ ഇമേജ് ഓഫ് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് അണ്ടർ Z സ്ക്വയർ. നമ്മളിപ്പം ഫസ്റ്റും സെക്കൻഡിന്റെയും ഇമേജ് കണ്ടതുപോലെ തന്നെ ഇനി നിങ്ങൾ എന്തിൻ്റെ എല്ലാം കാണണം? തേർഡ് ക്വാഡ്രന്റിന്റെ ഇമേജ് അണ്ടർ Z സ്ക്വയർ കാണണം. അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റിന്റെ ഇമേജ് അണ്ടർ Z സ്ക്വയർ കാണണം. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എന്താ? ഇതാ ഈ ഒരു പോർഷൻ അല്ലേ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. മുകളിലത്തെ ഫിഗർ കാണിച്ചു തരാം അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതാ ഈ ഒരു പോർഷനാണ് നമ്മളെ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 180 ആയിരിക്കും, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 270 ആയിരിക്കും. അപ്പൊ 180 എന്തായാലും മാപ്പ് ചെയ്യുമ്പോൾ 360ലേക്കാ പോകുക. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു പോർഷൻ ആയിരിക്കും. ഇനി ബാക്കി എങ്ങോട്ടേക്കാ പോവുക? നമ്മളെ ഈ 270നെ മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് എന്താ വരുന്നത്? 270ന്റെ ഡബിൾ എന്ന് പറയുന്നത് 540 വരും. അപ്പം അതിനെ നമ്മൾ എങ്ങനെയാ ഇപ്പുറത്തെ ഭാഗത്ത് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രീനേക്കാളും മുകളിലാണ് നമ്മളെ ആംഗിൾ വരുന്നെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്ന് 360 കൊണ്ട് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏതാണോ വാല്യൂ അതായിരിക്കും നമ്മൾ ആ ഒരു പോർഷൻ്റെ അകത്തേക്കായിരിക്കും ആ ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണോ? അത് ഇവിടെ 2 × 270 എന്ന് പറയുന്നത് 540 ആയിരിക്കും. 540 എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു റിയൽ പ്ലെയിനിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ
ഈ ഒരു ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 വരെയാണ് നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ അതിലും എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? ജസ്റ്റ് ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം 360. 360 സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ഒറിജിനൽ ആംഗിൾ കിട്ടും. അതാണ് 180 ഡിഗ്രി. 180 ഡിഗ്രീനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ അറിയില്ലേ നമ്മളെ റിയൽ പ്ലെയിനിൻ്റെ അകത്ത്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾ. ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാണ്. അവിടെ എക്സ്ട്രാ വലിയൊരു ആംഗിൾ വരുമ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും എങ്ങനെയാണത് ഫിഗർ ഔട്ട് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രം. അപ്പം FOZ is equal to Z² എന്ന് പറയുന്ന ഈ ഒരു മാപ്പിന് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? പോളാർ ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും പറഞ്ഞിട്ടുണ്ടായത്. ഇനി ഇതേപോലെ നമുക്കറിയാവുന്ന നമ്മൾ എന്ത് Z is equal to x plus I വെച്ചിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക മാപ്പിനെ ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാതെ നമുക്ക്. നോക്കിയാൽ ഞാൻ ഇവിടെ എഴുതിയേ യൂസിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും. നമ്മളെ Z is equal to x plus IY എന്ന് പറയുന്ന ഫോമാണ് കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? FOZ is equal to Z² ആണെന്ന് അറിയാം. FOZ is equal to Z² എനിക്ക് എങ്ങനെ മാറ്റി ചെയ്താ? Z into Z എന്ന് മാറ്റി ചെയ്താ. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെങ്ങനെ ചേഞ്ച് വരുന്നതിലെ ഒരു ഇത് പറഞ്ഞു തരുന്നത് ഞാൻ. ഇനി നമുക്ക് Z എന്ന് പറയുന്നത് x plus IY ആണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? Z into Z നെ x plus IY into x plus IY എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. അപ്പം ഇത് ഞാൻ എന്താ രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പം പ്രൊഡക്റ്റിനെ എങ്ങനെ എഴുതുക? x² plus IXY plus IXY plus IY ഹോൾ സ്ക്വയർ. അത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പം റിയൽ പാർട്ട് എന്ന് പറയുന്നത് x² minus y² വരും. പിന്നെയോ I ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 2xy വരും. അതായത് ഈ ഒരു FOZ is equal to Z² എന്ന് പറയുന്നതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് x² minus y² ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 2xy ആണെന്നറിയാം. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഞാൻ ഇത്ര നേരം പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പം നമുക്കിനി റിയൽ ആക്സിസിനകത്തേക്ക് ഒന്ന് പോയി നോക്കാം. റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ FOZ is equal to f(x) is equal to x² എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്റെ എന്താ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത് അപ്വേർഡ് ആയിട്ടുള്ള ഒരു പാരബോളയാണെന്ന് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. നമ്മളെ f(x) is equal to x² എന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു റിയലിന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താ ഫിഗർ എന്ന് പറയുന്നത് നമ്മളെ അപ്വേർഡ് ആയിട്ടുള്ള, അതായത് അപ്വേർഡ് മുകളിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ടൈപ്പുള്ള പാരബോളയാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെയും അങ്ങനെയുള്ള പാരബോളാസിന്റെ കളക്ഷൻസ് ആണ് നമ്മളെ എന്താ Z പ്ലെയിനുകളിൽ വരിക. അതെങ്ങനെയാ നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു? അതില് ജസ്റ്റ് മിനിറ്റ്, ഒരു പേജ് മിസ്സായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് നോക്കാം. ഓക്കെ, ഇതാ കൺസിഡർ എ വേർട്ടിക്കൽ ലൈൻ C. നമ്മളൊരു വേർട്ടിക്കൽ ലൈൻ C കൺസിഡർ സമയമായ 19 അല്ലേ? നോക്ക്, ഒരു വേർട്ടിക്കൽ ലൈൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേർട്ടിക്കൽ ലൈൻ C എന്ന് പറയുന്നത് നമ്മളെ റിയൽ ആക്സിസ് ഇതാ നോക്കിയാട്ടെ, ഇങ്ങ് മുകളിൽ പോവാം നമുക്ക്. ഇതാ ഇങ്ങനെയൊരു റിയൽ ലൈൻ ഉണ്ട്. ആ റിയൽ ലൈനിൽ നേരെ താഴോട്ടേക്ക് വരയ്ക്കുന്ന വരകൾ, അറ്റേ പോയിന്റിൽ നമ്മൾ താഴോട്ടേക്ക് വരയ്ക്കുന്ന വരകളാണ് വേർട്ടിക്കൽ ലൈൻ എന്ന് പറയാം. അതായത് Y ആക്സിസിനോട് പാരലൽ ആയിട്ട് വരുന്ന വരകളെയാണ് നമുക്ക് ലൈൻസിനാണ് നമ്മൾ വേർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇത് അടുത്ത ക്ലാസ് പറഞ്ഞാൽ മതിയോ? 29 ഇപ്പം ബ്രേക്ക് ആയിരിക്കില്ല. എന്താ വേണ്ടത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി ജസ്റ്റ് അതിന്റെ എന്താ പറയാ ഫിഗർ പറയുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയണോ? എന്താ വേണ്ടത്? 29 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ കൂടി ഉണ്ടാവും. അടുത്ത ക്ലാസ്സിൽ മതിയാ? ടൈം അങ്ങ് പോവുക. നമ്മളെ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മിസ് എനിക്ക് അവർ തന്നത് തന്നെ. അപ്പം
അപ്പോൾ എന്തായാലും ഇത്രയും നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ഞാൻ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. നോട്ട് അയച്ചു തന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് എന്താ മനസ്സിലാവുന്നതിലെ കാര്യം ഒന്ന് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അന്നേരം അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഇനി പറയാനുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഒന്ന് നിങ്ങൾ ഇത് പറഞ്ഞാട്ടെ, അറ്റൻഡൻസ് പറഞ്ഞാൽ. റോൾ നമ്പർ ഇങ്ങോട്ട് പോയാ റോൾ നമ്പർ 1 2 3 4 5 6 7 8 9 10 11 12 13. ജിബിൻ ഇല്ല. 14 15 16 13 എവിടെ പോയ നീ? ക്ലാസ് എടുക്കുമ്പോൾ എന്താ ചെയ്തേ?